രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിന്റെ സൗന്ദര്യ ലഹരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 4ാമത്തെ എപ്പിസോഡാണ്. സബ്സ്ക്രൈബ് ചെയ്തവർക്ക് എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിന്റെ ക്ലാസ് കിട്ടും. ചൊവ്വാഴ്ച 12 മണിക്ക് കൃഷ്ണന്റെ സർവസ്വവുമായ കണ്ണന്റെ രാധ, കൃഷ്ണന്റെ രാധ, രാധയുടെ പ്രണയം എന്ന പേരിൽ രാധാറാണിയുടെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ അവതരിപ്പിക്കുകയാണ്. കേൾക്കുക, പുണ്യം നേടുക. വ്യാഴാഴ്ച അഷ്ടപതിയുടെ ക്ലാസ്, വെള്ളിയാഴ്ച സൗന്ദര്യ ലഹരി. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകളുണ്ട്. അതിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ചിലർ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ഞാൻ കൊല്ലത്തുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊല്ലത്തേക്ക് വന്നാൽ, നിങ്ങൾക്ക് ദൂരെ നിന്ന് വരുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടാകുന്നതാണ്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. പിന്നെ 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും. ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരുമെന്നതാണ് എൻ്റെ രീതി. പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. കേൾക്കുക. ജ്യോതിഷപരമായ നിങ്ങളുടെ എന്ത് സംശയങ്ങൾക്കും എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 9645333999 എന്നതാണ് എൻ്റെ നമ്പർ. അതിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. പ്ലേലിസ്റ്റ് എടുത്താൽ അതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്, കേൾക്കണം. അതേ കണക്ക് ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. ടെമ്പിൾസ് എന്ന ഹെഡിങ്ങിനകത്ത് ക്ഷേത്രങ്ങളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഉണ്ട്. പിന്നെ രാധിക കവചം 2 എണ്ണം ഉണ്ട്, അത് 2ഉം പഠിപ്പിച്ചിട്ടുണ്ട്. രാധാ സഹസ്രനാമം ഉണ്ട്. പിന്നെ രാധിക മാനസതന്ത്രമുണ്ട്, അത് ഉജ്ജ്വലമാണ്, നിങ്ങളത് കേൾക്കണം. അത് എല്ലാ ദിവസവും ചൊല്ലാൻ ശ്രമിക്കണം. കൃഷ്ണന്റെ അവതാരമായ ശ്രീബുദ്ധന്റെ കഥയുണ്ട്, ഭക്തമീരയുടെ കഥയുണ്ട്. അതുപോലെ ഷോർട്ട് വീഡിയോസ് നിരവധിയുണ്ട്. എന്നും രാവിലെ 5:30 മണിക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഗുഡ് മോർണിംഗ് മെസ്സേജ് കിട്ടുന്നതാണ്. ഓരോ ദിവസവും നിങ്ങൾക്ക് പുതിയ പുതിയ ഒരു ഊർജം കിട്ടുന്ന മെസ്സേജുകളാണ് അതിനകത്തുള്ളത്. കേൾക്കുക. ഇനി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കീ ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്.
എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. ഇന്നത്തെ എപ്പിസോഡ് പാടിത്തരുന്നത് നിങ്ങൾക്കറിയാവുന്ന, നിങ്ങൾക്ക് സുപരിചിതനായി മാറിയ, നിങ്ങളിൽ ഒരാളായി മാറിയ സുനിലാണ്. സുനിലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ഏൽപ്പിക്കുന്ന ജോലി ഹൃദയത്തിൽ തട്ടി ഭംഗിയായി ചെയ്യുമെന്നാണ്. ശരിക്കും സൗന്ദര്യ ലഹരി അതിനകത്ത് മുഴുകി അതിൻ്റെ ഓരോ വരികളുടെയും അർത്ഥം അറിഞ്ഞു തന്നെയാണ് സുനിൽ പാടുന്നത്. അപ്പൊ സുനില് വളരെ ഗംഭീരമായിട്ട്, വളരെ സുന്ദരമായിട്ട്, വളരെ മനോഹരമായിട്ട് അത് ആലപിച്ചിരിക്കുന്നു. നിങ്ങളത് കേൾക്കുക, അതിനുശേഷം ഞാൻ പഠിപ്പിക്കാം. त्वदन्यपाणिभ्यामभयवरदो दैवतगणः त्वमेका नैवासि प्रकटितवराभीत्यभिनया भयात्रातुं दातुं फलमपि च वाञ्छासमधिकम् ശരണ്യേ ലോകാനാം തവ ഹി ചരണാവേവ നിപുണോ. അപ്പോൾ നമ്മുടെ സുനിൽ അത് പാടിയത് നിങ്ങൾ കേട്ടല്ലോ. ഇനി നിങ്ങൾ നോക്കേ. ത്വധന്യ പാണിഭ്യാം അഭയവരദോ ദൈവതഗണ ത്വമേകാ നൈവാസി പ്രകടിത വരാഭീദ്യഭിനയ ഭയാത്രാതും ദാതും ഫലമഭി ച വാഞ്ചാസമധികം ശരണ്യോ ലോകാനാം തവ ഹി ചരണ വേവ നിപുണൗ. അർത്ഥം എഴുതിക്കോ. ത്വധന്യ അർത്ഥം ഭഗവാനിൽ, ഭഗവാനിൽ നിന്നും അന്യമായ എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ നിന്നും വേർപെട്ട. അതാണ് ത്വധന്യ, ഭഗവാനിൽ നിന്നും അന്യമായ അല്ലെങ്കിൽ ഭഗവാനിൽ നിന്നും വേർപെട്ട. പാണിഭ്യാം കൈകളെ കൊണ്ട് അഭയവരദ അഭയത്തെയും വരത്തെയും കൊടുക്കുന്നു എന്നാണ്. അഭയത്തെയും വരത്തെയും കൊടുക്കുന്നവർ ആകുന്നു. അടുത്തത് ദൈവതഗണ. ദൈവതഗണ അർത്ഥം എഴുതിക്കോ. വിഷ്ണു ശിവൻ മുതലായ ദേവസമൂഹം. വിഷ്ണു ശിവൻ മുതലായ ദേവസമൂഹം. ത്വം ഭഗവാൻ, ത്വമേക ഭഗവാന് ഒരാളും, ഭഗവാൻ ഒരാൾ മാത്രം. ത്വമേക, ത്വ ഇവിടെ എന്ന് പറഞ്ഞാൽ നീ, അതായത് ഭഗവാൻ, ഏക ഒരാള്. ഇപ്പൊ ത്വമേക ഭഗവാൻ ഒരാൾ മാത്രം. നൈവാസി, നൈവാസി അങ്ങനെ ആയിരിക്കുന്നില്ല, അങ്ങനെ നൈവാസി അങ്ങനെ ആയിരിക്കുന്നില്ല. പ്രകടിത വരാഭി ഇതി അഭിനയ, ഒറ്റ ഇതാണ്. പ്രകടിത വരാഭി ഇതി അഭിനയ അർത്ഥം പ്രകടിപ്പിക്കപ്പെട്ട വരമുദ്രയോടും അഭയമുദ്രയോടും കൂടിയവളായി. പ്രകടിപ്പിക്കപ്പെട്ട വരമുദ്രയോടും അഭയമുദ്രയോടും കൂടിയവളായി. ഭയാത്രാതും, ഭയാത്രാതും ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും, ഭയത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനും. ദാതും, ദാതും എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നതിനും, ദാതും കൊടുക്കുന്നതിനും. ഫലമഭി, ഫലമഭി ഫലത്തെയും, ഫലത്തെയും. ശവാഞ്ചാസമധികം അർത്ഥം ആഗ്രഹിക്കുന്നതിൽ, അതായത് ച വാഞ്ച, വാഞ്ചാസ എന്നല്ല, അത് ഞാൻ അറിയാതെ വായിച്ചതാണ്. ച വാഞ്ചാസമധികം, വാഞ്ചം ആഗ്രഹം. ച വാഞ്ചാസമധികം ആഗ്രഹിക്കുന്നതിൽ അധികം, ആഗ്രഹിക്കുന്നതിലധികം. ശരണ്യ ശരണമായുള്ളവളെ. ലോകാനാം തവ, ലോകാനാം തവ അർത്ഥം 14 ലോകങ്ങൾക്കും. ഹി ചരണാ വേവ അർത്ഥം എന്ന് വിചാരിച്ചു പാദങ്ങൾ തന്നെ. ഹി ചരണാ വേവ എന്ന് വിചാരിച്ചു പാദങ്ങൾ തന്നെ. നിപുണൗ, നിപുണൗ സാമർഥ്യമുള്ളതായി ഭവിക്കുന്നു. നിപുണൗ സാമർഥ്യമുള്ളതായി ഭവിക്കുന്നു. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലയോ
14 ലോകങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റുന്ന 14 ലോകങ്ങളിലെയും ജന്തു ജീവ മനുഷ്യ സകല ആളുകൾക്കും ദേവന്മാർക്കും ഗന്ധവന്മാർക്കും കിന്നരന്മാർക്കും എല്ലാം അഭയം നൽകുന്ന അല്ലയോ ദേവി. അപ്പൊ അല്ലയോ 14 ലോകങ്ങൾക്കും ആശ്രയിക്കാൻ പറ്റുന്ന അവർക്ക് അഭയം നൽകുന്ന ദേവി വിഷ്ണു ശിവൻ എന്നു വേണ്ട ദേവി ഒഴിച്ച് ഇവിടെ ഏതൊക്കെ ദേവന്മാരുണ്ടോ ഏതൊക്കെ ദേവതകളുണ്ടോ അങ്ങനെയുള്ള സകല ദേവന്മാരും ദേവതകളും ഭക്തന്മാർക്ക് തങ്ങളുടെ കൈകൾ ഉയർത്തി അഭയം നൽകുന്നു, വരവും നൽകുന്നു. ശ്രദ്ധിച്ചു കേട്ടോളണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദേവി ഒഴിച്ചുള്ള സകല ദേവന്മാരും ദേവതകളും, അതായത് ഇന്ദ്രനും വിഷ്ണുവും ശിവനും കൃഷ്ണനും സകല ആൾക്കാരും കൈകൾ ഉയർത്തി ഭക്തന്മാർക്ക് ശരണം പ്രാപിക്കുന്നവർക്ക് അഭയവും നൽകുന്നു, വരവും നൽകുന്നു. ഇത് അഭിനയമാണ് എന്നാണ് ശിവഭഗവാൻ പറയുന്നത്. ഓർമ്മിക്കണേ, ഞാനല്ലേ പറയുന്നത്. ആദ്യത്തെ 140 ശ്ലോകം എഴുതിയത് ശിവനാണ്. ശിവഭഗവാൻ തന്നെ പറയുകയാണ് ഈ അഭിനയം എന്താണെന്ന് ഞാൻ പിന്നീട് വ്യക്തമാക്കി തരാം. പക്ഷേ ദേവി അഭിനയിക്കുന്നില്ല. ദേവി മാത്രമേ ഉള്ളൂ കൈകൾ ഇങ്ങനെ ഉയർത്തി തൻ്റെ കൈകൊണ്ട് വരമുദ്രയെയും അഭിനയമുദ്രയെയും കാണിക്കാത്തത്, അതായത് അഭിനയിച്ച് പ്രകടിപ്പിക്കാത്തത്. അങ്ങനെ ഇങ്ങനെ കൈകൊണ്ട് നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും അങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ മുദ്രകൾ നൽകുന്നത് ഒരു അഭിനയമാണ്. ദേവി മാത്രമേ ഉള്ളൂ അങ്ങനെ കൈകൾ ഉയർത്തി അനുഗ്രഹിക്കാത്തത്. ദേവിക്ക് പാദമാണ് പ്രധാനം. ആ പാദങ്ങൾ ഭക്തന്മാരെ സർവഭയത്തിൽ നിന്നും രക്ഷിക്കുന്നു എന്ന് മാത്രമല്ല, ദേവിയുടെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്ന ഭക്തന്മാർക്ക് അവരാഗ്രഹിക്കുന്നതിൻ്റെ ഇരട്ടി നൽകും. ഒരു വീട് വേണമെന്ന് ആഗ്രഹിച്ചാൽ 2 വീട്, അതാണ് പ്രശ്നം. 1 ലക്ഷം വേണമെന്ന് ആഗ്രഹിച്ചാൽ 2 ലക്ഷം. ഞാൻ ചുമ്മാ ഒരു ഉദാഹരണം പറഞ്ഞത്. അപ്പൊ നിങ്ങൾ എന്ത് ആഗ്രഹിക്കുന്നുവോ അതിൻ്റെ ഇരട്ടി നിങ്ങൾക്കാര് നൽകിയിരിക്കും? ദേവി നൽകിയിരിക്കും. പക്ഷെ മറ്റു ദേവന്മാരാകട്ടെ നിങ്ങൾ എന്താഗ്രഹിക്കുന്നുവോ അതിൻ്റെ കുറച്ചു ഭാഗം മാത്രമേ അവർ തരാറുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലും പൂർണ്ണമായിട്ട് അവർ തരാറില്ല. എന്തുകൊണ്ടാണ് ദേവി കൈ ഉയർത്തി അനുഗ്രഹിക്കാത്തത്? കേട്ടുകൊള്ളുക. മഹാത്രിപുരസുന്ദരിയെ സംബന്ധിച്ചിടത്തോളം മഹാത്രിപുരസുന്ദരി നിങ്ങൾക്കറിയാം 4 കൈകളിൽ പാശവും അങ്കുശവും ഇക്ഷുകോദണ്ഡവും പുഷ്പബാണവും ധരിച്ചിരിക്കുകയാണ്. അപ്പം മഹാത്രിപുരസുന്ദരിക്ക് 4 കൈകളുണ്ട്. ഈ 4 കൈകളിലും ഓരോന്നുണ്ട്. ഈ ഒരു കൈയിൽ പാശമാണെങ്കിൽ അടുത്ത കൈയിൽ അങ്കുശമാണ്, അടുത്ത കൈയിൽ ഇക്ഷുകോ ദണ്ഡമാണ്, അതിൻ്റെ അടുത്ത കൈയിൽ പുഷ്പബാണമാണ്. അതുകൊണ്ട് ദേവി ആരെയും കൈ ഉയർത്തി അനുഗ്രഹിക്കില്ല. ദേവി ഒഴിച്ചുള്ള ദേവേന്ദ്രനായാലും ശിവനായാലും കൃഷ്ണനായാലും മറ്റേത് ദേവന്മാരായാലും അവർ വലത് കൈകൊണ്ട് ഭക്തന്മാർക്ക് ഇഷ്ടവരദാനത്തെ നൽകുന്നു, ഇടത് കൈകൊണ്ട് അഭയദാനത്തെയും ചെയ്യുന്നു. ദേവി മാത്രം അങ്ങനെ കൈകൾ ഉയർത്തി വരദാനവും നൽകുന്നില്ല, അഭയവും നൽകുന്നില്ല. പകരം തൻ്റെ പാദങ്ങളെ ആശ്രയിക്കുന്നവർക്ക് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാര് കൃഷ്ണൻ ഇവരൊക്കെ നൽകുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി തൻ്റെ ഭക്തന്മാർക്ക് നൽകുന്നു. മറ്റുള്ളവർ കൈകൾ കൊണ്ട് ചെയ്യുന്നത് ദേവി പാദങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത്. മറ്റു ദേവന്മാരെല്ലാം ഭക്തന്മാർക്ക് അവരവരാഗ്രഹിക്കുന്ന ഓരോ ഫലങ്ങളെ കൊടുക്കൂ. നിങ്ങൾ 10 കാര്യം ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് 5 കിട്ടത്തുള്ളൂ. പക്ഷെ ദേവിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആഗ്രഹിക്കുന്ന സകല ലൗകിക സുഖങ്ങളും തരുന്നതോടൊപ്പം ധർമാർത്ഥ കാമമോക്ഷങ്ങളും അതും തരാനുള്ള സാമർഥ്യം ദേവിക്ക് മാത്രമേ ഉള്ളൂ, അധികാരം ദേവിക്ക് മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് മോക്ഷം തരാൻ
ഈ ഭൂമി മലയാളത്തിൽ ഒരു ദേവന്മാർക്കും അധികാരമില്ല. അത് വളരെ മനസ്സിലാക്കുക. അതിനുള്ള അധികാരം കൃഷ്ണനുമില്ല, വിഷ്ണുവിനുമില്ല, ബ്രഹ്മാവിനുമില്ല, ശിവനുമില്ല. ഇത് പറയുന്നത് ദിലീപ് സാറല്ല, ശിവഭഗവാനാണ്. ശിവഭഗവാൻ നേരിട്ട് വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് മോക്ഷം തരാൻ ഒരാൾക്കേ അധികാരമുള്ളൂ, അത് ദേവിക്ക് മാത്രമാണെന്നാണ് പറയുന്നത്. ഇത് തന്നെയാണ് ഞാൻ എൻ്റെ ചൊവ്വാഴ്ചത്തെ രാധയുടെ പ്രണയത്തിൽ നിങ്ങളോട് ഞാൻ 1000 തവണ പറയുന്നത്. ഗോലോകത്തിൻ്റെ അധിപ രാധാറാണിയാണ്. ഗോലോകത്തേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കണമെങ്കിൽ രാധാറാണിയുടെ അധികാരമുള്ളവർക്ക് മാത്രമേ പറ്റൂ. കൃഷ്ണൻ ഒരു കാരണവശാലും നിങ്ങളെ ഗോലോകത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യമല്ല. കൃഷ്ണന് പ്രിയപ്പെട്ടവരെ വൈകുണ്ഠത്താ കൊണ്ടുപോകുന്നത്. ഗോലോകത്ത് ചെല്ലുന്നവൻ പിന്നെ ഭൂമിയിലേക്ക് വരണ്ട. വൈകുണ്ഠത്ത് പോകുന്നവൻ പുണ്യമൊടുങ്ങുമ്പോൾ വീണ്ടും ഭൂമിയിലേക്ക് വരണം എന്ന് നിങ്ങളോട് ഞാൻ പലതവണ രാധയുടെ പ്രണയത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ കാരണം ഇതാണ്. എന്താ ഇതിൻ്റെ കാര്യം? മറ്റുള്ളവർക്ക് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ കൊടുക്കാൻ അധികാരമില്ലെന്ന് പറഞ്ഞതിൻ്റെ കാരണം, പരാശക്തിയുടെ സൃഷ്ടിയാണ് ബ്രഹ്മാവും വിഷ്ണുവും ശിവനും. പരാശക്തിയാണ് ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും ദേവേന്ദ്രനെയും ദേവിയെയും പാർവതിയെയും കൃഷ്ണനെയും സകലരെയും സൃഷ്ടിച്ചിരിക്കുന്നത് ആരാകുന്നു? പരാശക്തിയാകുന്നു. ഈ പരാശക്തിയുടെ ഊർജത്തിൻ്റെ കുറച്ചു ഭാഗം മനുഷ്യരൂപമായി, അല്ലെങ്കിൽ കുറച്ചു രൂപം ജന്തുരൂപമായി. ശരിക്കും പറഞ്ഞാൽ പരാശക്തിയുടെ ഊർജം, ആ പേര് തന്നെ കണ്ടില്ലേ, ആദി പരാശക്തി. ആദിയിലുള്ള അപാരമായ ശക്തി. ശക്തി എന്ന് പറഞ്ഞാൽ ഊർജം. ആ ഊർജത്തിൻ്റെ ഇപ്പോൾ ഒരു 100% ഊർജം, അതിൻ്റെ 5% ഊർജം എടുത്തിട്ട് അതിനൊരു രൂപം നൽകും, അത് ശിവൻ. പിന്നെ അടുത്ത 5% ഊർജം എടുത്തിട്ടൊരു രൂപം നൽകി കൃഷ്ണൻ. അടുത്ത 5% ഊർജം എടുത്തിട്ടൊരു രൂപം നൽകി ബ്രഹ്മാവ്. അങ്ങനെ അതിന് നമ്മൾ കുറച്ച് ആധ്യാത്മികമായി പറയുകയാണെങ്കിൽ ആ പരാശക്തിയുടെ കലകളാണ് ആരെന്ന് പറയുന്നത്? മറ്റു ദേവന്മാര്. ഞാൻ നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞത്. അപ്പം മറ്റു ദേവതകള്, മറ്റു ദേവന്മാരെല്ലാം പരാശക്തിയുടെ ഊർജം ദേവരൂപം പൂണ്ടതാണ്. അതാണല്ലോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞിട്ടുണ്ട്. യൂറോപ്പിലൊക്കെ ICUവിനകത്ത് കിർലോസ് ഫോട്ടോഗ്രാഫി വെച്ചിട്ടുണ്ട്. എന്താ കിർലോസ് ഫോട്ടോഗ്രാഫിയുടെ പ്രത്യേകത? കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് ഒപ്പിയെടുക്കുന്നതാണ് കിർലോസ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അപ്പം ICUവിനകത്ത് ഇത് വെച്ചിരിക്കുകയാണ്. ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയാണ്. യൂറോപ്പിൽ ആകമാനം വെച്ചിരിക്കുന്ന സകല ഇടങ്ങളിലെ ICUവിൽ നിന്നും മനുഷ്യൻ മരിക്കുമ്പോൾ പുകമഞ്ഞു പോലെ ഒരു സാധനം പുറത്തേക്ക് വരുന്നതായിട്ടാണ് സകല ആൾക്കാരും കണ്ടിട്ടുള്ളത്. എല്ലാ ICUവിലെയും കിർലോസ് ഫോട്ടോഗ്രാഫി ഈ ശരീരത്തിൽ നിന്ന് മരിക്കുന്ന സമയത്ത് ഈ പുകമഞ്ഞ് ഉയർന്നു വരും. പുകമഞ്ഞ് മുകളിലേക്ക് ഉയരുമ്പോൾ ഇവിടെ ഡോക്ടർ വിധി എഴുതുന്നു, ആട് മരിച്ചു പോയെന്ന്. ഈ പുകമഞ്ഞിനെയാണ് സയൻസ് എക്ടോപ്ലാസം എന്ന് പറയുന്നത്. ഈ എക്ടോപ്ലാസത്തിന് ഏത് രൂപവും പ്രാപിക്കാനുള്ള കഴിവുണ്ട്. സിംഹത്തിൻ്റെ രൂപമെങ്കിൽ അങ്ങനെ, മനുഷ്യൻ്റെ രൂപമെങ്കിൽ അങ്ങനെ, വൃക്ഷത്തിൻ്റെ രൂപമെങ്കിൽ അങ്ങനെ എന്ന് സയൻസ് വിശ്വസിക്കുന്നു. അതിലേക്കുള്ള പരീക്ഷണങ്ങൾ നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആദിപരാശക്തി എന്ന അപാരമായ ഊർജം. ആ ഊർജത്തിൻ്റെ ഒരംശം എടുത്തിട്ട് ശിവൻ ആ രൂപം കൊടുത്തു, കൃഷ്ണന്റെ രൂപം കൊടുത്തു, ബ്രഹ്മാവിൻ്റെ രൂപം കൊടുത്തു, മറ്റെല്ലാ ഭൂമിയിലെ ജീവജാലങ്ങൾക്കും ആ രൂപം കൊടുത്തു. അങ്ങനെ പരാശക്തിയുടെ സൃഷ്ടിയാണ് ഇതെല്ലാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ, നമുക്കും പരാശക്തിക്കുമിടയിലുള്ള ഒരു ഇടനിലക്കാരാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന ദേവന്മാരും ദേവികളും സകല ആൾക്കാരും. ഇതിൻ്റെ മറ്റൊരു പതിപ്പാണ് എന്താ പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കണമേ എന്ന് ക്രിസ്ത്യൻസ് പ്രാർത്ഥിക്കുന്നത്. ഇടനിലക്കാരാണ്, അവർക്കിടയിലൊരാളുണ്ട്. ഇതുപോലെ പരാശക്തിക്കും നമുക്കുമിടയിലുള്ള ഇടനിലക്കാരാണ്, മധ്യസ്ഥരാണ് ബ്രഹ്മാവും ശിവനും വിഷ്ണുവും കൃഷ്ണനും ലക്ഷ്മീദേവിയും എല്ലാം. ഇവർക്ക് വേണ്ടുന്ന അനുഗ്രഹങ്ങൾ, ഭക്തരെ അനുഗ്രഹിക്കാൻ വേണ്ടുന്ന ശക്തി കൊടുത്തിരിക്കുന്നത് പരാശക്തിയാണ്.
പക്ഷെ ഇവർക്ക് പറ്റാത്ത കാര്യം വരുമ്പോൾ ആരുടെ സഹായം തേടും? പരാശക്തിയുടെ സഹായം തേടും. അപ്പൊ ദേവന്മാരും മറ്റും ദേവിയിൽ നിന്ന് കിട്ടുന്ന ശക്തി കൊണ്ടാണ് ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകുന്നത്. എന്നിട്ട് ഞങ്ങൾ നൽകുന്നതാണെന്ന് ഭാവിക്കുന്നു. ഭക്തജനങ്ങളും അങ്ങനെ തന്നെ കരുതുന്നു. ഇതിനെയാണ് അഭിനയം എന്നിതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ശിവഭഗവാൻ പറയുന്നു, ഞങ്ങളൊക്കെ അഭിനയിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം എന്തുകൊണ്ട്? സകല ശിവനും കൃഷ്ണനും പിന്നെ സകല ദേവന്മാരും ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നത് ദേവിയിൽ നിന്ന് കുറെ ശക്തി കിട്ടിയിട്ടുണ്ട്. ആ ദേവിയിൽ നിന്ന് കിട്ടിയ ശക്തി കൊണ്ട് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്നു. സത്യത്തിൽ ദേവിയുടെ കൃപ കൊണ്ടാണ് ഇവർക്ക് ഭക്തന്മാർക്ക് അനുഗ്രഹം കൊടുക്കാൻ പറ്റുന്നത്. എന്നിട്ടത് ഞങ്ങൾ നേരിട്ട് നൽകുകയാണെന്ന് ഭാവിക്കുന്നു. അതുകൊണ്ടാണ് ശിവഭഗവാൻ ഇതിനെ അഭിനയം എന്ന് വിളിക്കുന്നത്. നല്ലതുപോലെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഏതുപോലെയെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മുടെ കയ്യിൽ നിന്ന് നികുതി പിരിക്കും. എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം എടുത്തിട്ട് നമുക്ക് തന്നെ ക്ഷേമ പെൻഷൻ, ആ പെൻഷൻ, മറ്റേ നിധി, മറിച്ച നിധി എന്നും പറഞ്ഞ് തരും. അപ്പോൾ എന്താണ്? നമ്മുടെ പൈസയാണ് വാങ്ങിച്ചിട്ട് നമുക്ക് തരുന്നത്. പക്ഷേ അവർ തരുന്നതായിട്ടാണ് ഭാവിക്കുന്നത്. അങ്ങനല്ലേ നമ്മുടെ മന്ത്രിമാർ അങ്ങനല്ലേ ചെയ്യുന്നത്? ഞങ്ങളാണ് നിങ്ങൾക്ക് തന്നതെന്നാ പറയുന്നത്. ഞങ്ങളാണ് തന്നതെന്ന് പറയുന്നത് കേട്ടാൽ തോന്നും അവരുടെ വീട്ടിൽ നിന്നോ അവർ ജോലി ചെയ്ത് സമ്പാദിച്ച പൈസയോ എടുത്ത് തരുന്നെന്ന്. ആണോ? അല്ല. നമ്മുടെ കയ്യിൽ നിന്ന് നികുതി പിരിച്ചിട്ട് അതിൽ നിന്നെടുത്ത് നമുക്ക് തരികയാണ്. അപ്പം നമ്മുടെ പണം നമുക്ക് തന്നിട്ട് അവർ പറയുന്നു ഞങ്ങളാ തരുന്നതെന്ന്. അതുപോലെ ആദി പരാശക്തിയുടെ ശക്തി എടുത്ത് ആ ശക്തി ഉപയോഗിച്ച് നമുക്ക് ആഗ്രഹിക്കുന്ന വരങ്ങൾ നൽകി എന്നിട്ട് കൈകളുമൊക്കെ ഉയർത്തിയിട്ട് ഇത് ഞങ്ങളാ തരുന്നതെന്ന് ഞങ്ങൾ ഭാവിക്കുന്നു എന്ന് ശിവഭഗവാൻ തന്നെ സമ്മതിക്കുകയാണ്. അദ്ദേഹമാണല്ലോ ഇത് എഴുതിയിരിക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ദേവന്മാരെല്ലാം അഭിനയിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ്. അതിനിടയിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. എത്രയും പെട്ടെന്ന് ശങ്കരാചാര്യ സ്വാമികളുടെ ഏറ്റവും പ്രശസ്തമായ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ, ആ ഭജഗോവിന്ദത്തിൻ്റെ ക്ലാസ് രാധേ രാധേ ചാനലിൽ അധികം താമസിയാതെ ആരംഭിക്കുന്നതാണ്. ബുധനാഴ്ച ദിവസമായിരിക്കും ആ ക്ലാസ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പം അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുക. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാനെങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായിട്ടും കാണണം. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എൻ്റെ 96453339 എന്ന നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. വാട്സപ്പ് നമ്പറാണിത്. അല്ലെങ്കിൽ വിളിച്ചാൽ മതി. അതുപോലെ ഞങ്ങളുടെ രാധാമാധവൻ ഗ്രൂപ്പിൽ ചേരണമെങ്കിലും എൻ്റെ വാട്സപ്പിൽ ആവശ്യപ്പെട്ടാൽ നിങ്ങളെ ചേർക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ കേട്ടെ, ആരാണോ ഈ ദേവന്മാരെ ആശ്രയിക്കാതെ, അതായത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ ഒന്നും ആശ്രയിക്കാതെ, വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. സൗന്ദര്യലഹരിയിൽ പറയുന്നു, ആരാണോ ഈ ബ്രഹ്മാവിനെയും വിഷ്ണുവിനെയും ശിവനെയും കൃഷ്ണനെയും ഇവരെ ആരെയും ആശ്രയിക്കാതെ പരാശക്തിയെ നേരിട്ടുപാസിക്കുന്നത്, അങ്ങനെ പരാശക്തിയെ നേരിട്ടുപാസിക്കുന്നതാരോ അവർക്ക് ദേവി ആദ്യം സർവ്വവിധ സിദ്ധികളും നൽകും. ആ സിദ്ധിയോടുകൂടി നിങ്ങൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് ഭസ്മമെടുക്കാൻ പറ്റും. ഒരാൾ നിങ്ങളെ കാണാൻ വരുമ്പോൾ, മകനെ നീ ഇന്ന കാര്യത്തിന് വേണ്ടിയല്ലേ എൻ്റെ അടുത്ത് വന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ അമേരിക്കയിൽ ഇരിക്കുന്ന ഭക്തൻ്റെ അടുക്കലേക്ക് എത്താൻ പറ്റും. അവനോടൊക്കെ സമാധാനിപ്പിക്കാൻ പറ്റും. പലരുടെയും ഉറക്കത്തിൽ ചെന്ന് അവരുടെ വിഷമങ്ങൾ മാറ്റാൻ പറ്റും. ഇതിനെയാണ് സിദ്ധി എന്ന് വിളിക്കുന്നത്. ചിലർ ഈ സിദ്ധിക്കകത്ത് വീണുപോകും. സിദ്ധിക്കകത്ത് വീണു പോകുന്നതോടുകൂടി അവർ പിന്നെ ദൈവമായി അഭിനയിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ ഇവിടെ പറയുന്നു, ദേവി നിങ്ങൾക്ക്, അതായത് ദേവന്മാരെ ആശ്രയിക്കാതെ പരാശക്തിയെ നേരിട്ട് ഉപാസിക്കുകയാണെങ്കിൽ ദേവി നിങ്ങൾക്ക് സിദ്ധി നൽകും. ആ സിദ്ധിയിൽ വീഴാതെ
നിങ്ങൾ എന്ത് ചെയ്യണം? പരാശക്തിയെ ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് മോക്ഷം കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ ദേവിയുടെ പാദത്തെയാണ് ആശ്രയിക്കേണ്ടത്. ദേവിയുടെ പാദത്തെയാണ് പൂജിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായല്ലോ. ആദി പരാശക്തി മഹാത്രിപുര സുന്ദരി ഇല്ലേ? ആ മഹാത്രിപുര സുന്ദരിയുടെ പാദത്തെ ആശ്രയിക്കണം. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കേ, ഇവിടെ ഏത് ദേവതയുടെ പാദത്തെയാണ് നമ്മൾ പൂജിക്കുന്നത്? ഏത് ദേവതയ്ക്കാണ് പൂജിക്കാൻ തക്കവണ്ണം യോഗ്യതയുള്ള അടയാളങ്ങൾ ഉള്ളത്? ഒന്ന് ശാന്തമായിട്ടൊന്ന് ചിന്തിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഇവിടെ ശിവഭഗവാൻ നേരിട്ട് വന്ന് പറയുന്നു, ദേവിയുടെ പാദത്തെ പൂജിക്കണം. ദേവിക്ക് മാത്രമേ എന്ത് തരാൻ പറ്റൂ? മോക്ഷം തരാൻ പറ്റൂ. ഞങ്ങളൊക്കെ ദേവിയുടെ അംശങ്ങളാണ്. ദേവി തന്ന ശക്തി കൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ദേവിയുടെ പാദത്തെ പൂജിക്കാൻ, അങ്ങനെ ഈ ദേവിയുടെ പാദത്തെ മാത്രം പൂജിക്കുന്നത്, ഏത് ദേവിയുടെ പാദത്തെയാണ് നമ്മൾ പൂജിക്കാറുള്ളത്? ഏത് ദേവിക്കാണ് അങ്ങനെ പാദപൂജയ്ക്ക് അർഹമായ നിരവധി അടയാളങ്ങളുള്ളത്? അങ്ങനെ ഉള്ളത് ഒരൊറ്റ ദേവതയല്ലേ ഉള്ളൂ. ആരാണ്? രാധാറാണി. വേറെ ഏത് ദേവിയെ ചൂണ്ടിക്കാണിക്കാൻ പറ്റും? നമുക്ക് ഇഷ്ടം പോലെ ദേവിയുണ്ട്. അവരുടെ ആരുടെയെങ്കിലും പാദം പൂജിക്കാറുണ്ടോ? ഇല്ല. ഇനി അവരുടെ ആർക്കെങ്കിലും പാദത്തിന് രാധാജിയുടെ അത്രയും അടയാളമുണ്ടോ? ഇല്ല. അപ്പൊ ആരാണ് രാധാദേവി? ആദിപരാശക്തി. നിങ്ങൾ ആദിപരാശക്തി എന്നും മഹാത്രിപുര സുന്ദരി എന്നും പറയുന്നതാണ് രാധാദേവി. ഈ രാധാദേവി കൊടുക്കുന്ന ശക്തിയാണ് മറ്റുള്ളവർക്കുള്ളത്. അതുകൊണ്ടാണ് കൃഷ്ണൻ തന്നെ ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ തൻ്റെ ഭക്തരോട് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ ഭക്തന്മാരെ നിങ്ങൾ രാധയെയും കൂടെ ആരാധിക്കണം. രാധയെ ആരാധിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രാധയെ ആരാധിക്കുന്ന ആരാണോ രാധയെ ആരാധിക്കാതെ എന്നെ നേരിട്ട് ആരാധിക്കുന്നത്, അവന് ബ്രഹ്മഹത്യാപാപം ലഭിക്കും. അവൻ ഇന്ന കുംഭം എന്ന നരകത്തിൽ അവൻ ചെന്ന് പതിക്കും എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കേരളത്തിലുള്ളവർക്ക് അത് മനസ്സിലാകില്ല. നോർത്ത് ഇന്ത്യക്കാർക്ക് മനസ്സിലാകും, അവർ നല്ലതുപോലെ അത് അറിഞ്ഞാ ചെയ്യുന്നത്. കേരളത്തിലെ ഒരു പറ്റം സ്ത്രീകൾക്കാണ് അത് ഒട്ടും മനസ്സിലാകാതെ വെറുതെ അങ്ങ് നിങ്ങൾ പ്രാന്തെടുത്ത് നടന്നല്ല പ്രാർത്ഥിക്കേണ്ടത്. ഭഗവാൻ, നിങ്ങൾ കൃഷ്ണഭക്തയാകണമെങ്കിൽ കൃഷ്ണൻ എന്തു പറഞ്ഞു എന്നതിനെ മനസ്സിലാക്കണം. ഇതിൻ്റെ പൊരുൾ മനസ്സിലായോ? ഈ പറഞ്ഞത് ദിലീപ് സാർ അല്ലേ? ശിവഭഗവാനാണ്. ശിവഭഗവാൻ എഴുതിയ ശ്ലോകമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പം ശിവഭഗവാൻ നേരിട്ട് വന്ന് പറയുന്നു, ഞങ്ങളൊക്കെ, അല്ലാതെ വേറൊരാൾ ഇല്ലെങ്കിൽ പറയാം ദിലീപ് സാറ് പറഞ്ഞെന്ന് പറയാം. അല്ല, ശിവഭഗവാൻ തൻ്റെ ശ്ലോകത്തിൽ പറയുന്നു, ഞങ്ങളൊക്കെ ദേവി തന്ന ശക്തി കൊണ്ടാണ് ഭക്തന്മാർക്ക് എന്തെങ്കിലും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടേതൊക്കെ ഒരു അഭിനയമാണെന്ന് പറയാം. കാരണം ഭക്തന്മാർ കരുതുന്നത് ഞങ്ങൾ തരുന്നെന്നാണ്. അല്ല, ഞങ്ങൾക്കിത് ദേവി തരുന്നതാണ്. ഞങ്ങളെപ്പോലെ ദേവി കൈ ഉയർത്തി അനുഗ്രഹിക്കില്ല. ദേവിയുടെ പാദങ്ങളിൽ നിങ്ങൾ ചെന്ന് പതിക്കണം. അങ്ങനെ പാദപൂജ ചെയ്യുന്ന ഒരേ ഒരു ദേവി രാധാദേവിയാണ്. ഇനി വേറൊരു ദേവിയുടെ പാദം നിങ്ങൾ പൂജിക്കുന്നു എന്നിരിക്കട്ടെ, പക്ഷേ ഏറ്റവും കൂടുതൽ ശുഭകരമായ അടയാളമുള്ളതാണല്ലോ ഉന്നതമായ ദേവി. അപ്പൊ രാധാദേവിയുടെ പാദത്തിലെ അത്രയും അടയാളം ആർക്കുണ്ട്? അപ്പൊ നിങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞു, ആദി പരാശക്തി എന്ന് പറയുന്നത്, മഹാത്രിപുര സുന്ദരി എന്ന് പറയുന്നത്, ശ്രീദേവി എന്ന് പറയുന്നത് സകലതുമാരാകുന്നു രാധാറാണിയാണ്. ഈ രാധാറാണിയുടെ ഒരു ഊർജമാണ് ശ്രീകൃഷ്ണൻ. അത് മനസ്സിലാക്കിയിട്ടാണ് ശ്രീകൃഷ്ണൻ നിങ്ങളോട് ബ്രഹ്മവൈവർത്ത പുരാണത്തിൽ പറഞ്ഞത്, രാധയെ പൂജിക്കാതെ എന്നെ പൂജിക്കുന്നവന് ബ്രഹ്മഹത്യാ പാപമെന്ന് ഇത് മനസ്സിലാക്കുക. അതേ കണക്ക് ഇവിടെ നമുക്ക് ശിവഭഗവാൻ ഒരു മന്ത്രം തന്നിട്ടുണ്ട്, ശ്രീ എന്നാണ്. ശ്രീം എന്നല്ല, ശ്രീ എന്ന മന്ത്രം ഒരു ദിവസം 3000 ഉരു വെച്ച് ജപിക്കണം. അങ്ങനെ 36 ദിവസം ജപിക്കുമെങ്കിൽ നിങ്ങളുടെ ദാരിദ്ര്യങ്ങൾ മാറിക്കിട്ടും, രോഗങ്ങൾ സുഖപ്പെടും, ശത്രുക്കളെ ജയിക്കാൻ പറ്റും,
രോഗപ്രതിരോധ ശക്തി കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പൊ ശിവഭഗവാൻ നേരിട്ട് വന്ന് നമ്മളടുത്ത് പറയുന്നു, നിങ്ങൾ ദേവിയുടെ കാൽക്കൽ വീഴൂ, രാധാറാണിയുടെ കാൽക്കൽ വീഴൂ, വീണിട്ട് ആ പാദപൂജ ചെയ്യൂ, നിങ്ങൾ ദേവിയെ ആശ്രയിക്കൂ. ദേവിയാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ആരാകുന്നു? ദേവിയാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ദേവിയുടെ കാൽക്കൽ വീഴൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.